ദൈവത്തിൻ്റെ പ്രതീക്ഷയുടെ കയ്യൊപ്പുമായാണ് ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത്. മനുഷ്യരാശിക്ക് ലഭിക്കുന്ന പ്രതീക്ഷയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മം. ബിൻമൂൺ ട്രേഡിംഗ് പ്രസൻസ് BMC ഗ്ലോറിയ 2024 മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സന്ദേശം നൽകാനായി എത്തിയിരിക്കുന്നത് ശ്രീ ജോസഫ് PT ആണ്. എത്രയും സ്നേഹത്തോടെ ശ്രീ ജോസഫിനെ സന്ദേശം നൽകാനായി സ്വാഗതം ചെയ്യുന്നു. ദൂരെ നിന്നും ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. പ്രിയമുള്ളവരെ, ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നക്ഷത്രങ്ങൾ. ആകാശവും ഭൂമിയും ഒരുപോലെ നക്ഷത്രങ്ങളാൽ അലങ്കൃതമാകുന്ന അസുലഭ വേളയാണ് ക്രിസ്തുമസ് രാവുകൾ. ഉണ്ണിയേശുവിൻ്റെ ജനനം വിളംബരം ചെയ്തുകൊണ്ടാണ് ആകാശത്ത് നക്ഷത്രം ഉദിച്ചത്. ഈ നക്ഷത്രം നമ്മോട് പങ്കുവയ്ക്കുന്ന ചില ചിന്തകളുണ്ട്. പൗരസ്ത്യ ദേശത്തു നിന്നും വരുന്ന ജ്ഞാനികൾക്ക് വഴികാട്ടിയായിട്ടാണ് നക്ഷത്രത്തെ ആദ്യമായി നാം കാണുന്നത്. ഒരു നക്ഷത്ര വെളിച്ചത്തിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ച ആ 3 പേരെ ജ്ഞാനികളെന്നാണ് സുവിശേഷം അടയാളപ്പെടുത്തുന്നത്. കൂടുതൽ വെളിച്ചം കിട്ടുവാനായി യാത്ര ചെയ്യുന്ന ഏവർക്കും ഇണങ്ങുന്നതാണ് ഈ വിശേഷണം. വാനിൽ തെളിഞ്ഞ അനേക നക്ഷത്രങ്ങളിൽ ഒന്നിന് ഒരു പ്രത്യേകത അവർ കണ്ടെത്തി. അതിനെ അനുധാവനം ചെയ്താണ് രക്ഷകന്റെ സന്നിധിയിൽ അവർ എത്തിച്ചേർന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ജ്ഞാനം ഉണ്ടായതുകൊണ്ട് മാത്രം ആരും രക്ഷകനെ അറിയുന്നില്ല, മറിച്ച് സൂചനകളെ മനസ്സിലാക്കി അത് രക്ഷകനിലേക്കുള്ള വഴിയാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് രക്ഷകനും മനുഷ്യനും തമ്മിലുള്ള അകലം കുറയുന്നത്. നമ്മുടെ ജീവിതത്തിലും വഴികാട്ടികളായി നക്ഷത്രങ്ങൾ ഉദിക്കാറുണ്ട്. അവയെ തിരിച്ചറിഞ്ഞ് പിന്തുടരുമ്പോഴാണ് നാം രക്ഷകനിലേക്ക് എത്തിച്ചേരുക. നക്ഷത്രങ്ങൾ നൽകുന്ന മറ്റൊരു ചിന്ത ഈ നക്ഷത്രത്തെ ഹൃദയ നൈർമല്യമുള്ളവർക്ക് കാണാനാകൂ എന്നതാണ്. യേശു യൂദയായിലെ ബത്ലഹേമിൽ ജനിക്കുമെന്ന് ആ നാട്ടിലെ പുരോഹിതന്മാർക്കും ഭരണാധികാരികൾക്കും അറിയാമായിരുന്നു. എന്നാൽ ജനിച്ച വിവരത്തിൻ്റെ അടയാളങ്ങൾ ലഭിച്ചത് ആട്ടിടയന്മാർക്കും ജ്ഞാനികൾക്കുമായിരുന്നു. ഈ ഹൃദയ നൈർമല്യമുള്ളവർക്ക് സ്വപ്ന ദർശനങ്ങളുണ്ടാകും. അത്തരമൊരു ദർശനമുണ്ടായതുകൊണ്ടാണ് ജ്ഞാനികൾ ഉണ്ണിയേശുവിനെ കണ്ട് മടങ്ങിയപ്പോൾ ഹെരോദോസിന്റെ കൊട്ടാരത്തിൽ കയറാതെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോയത്. ജീവിതത്തിൻ്റെ ഏതിരുളിലും ഉണ്ണിയെ ധ്യാനിച്ചാൽ പ്രകാശമുണ്ടാകും എന്നതാണ് നക്ഷത്രങ്ങൾ നൽകുന്ന മറ്റൊരു സന്ദേശം. ജീവിതത്തിൻ്റെ വിവിധ പ്രതിസന്ധികളെ അതിജീവിക്കാൻ എന്നെ ശക്തനാക്കുന്നൊരു രക്ഷകൻ എനിക്കുണ്ടെന്ന് പറയാൻ കഴിയുന്നിടത്താണ് നമ്മുടെ ഉള്ളിലെ വിശ്വാസ നക്ഷത്രങ്ങൾ കൂടുതൽ പ്രകാശമാനമാവുക. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഈ ലോകത്തെ രക്ഷിക്കാനായി ദൈവം അയച്ച രക്ഷകനെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആകാശത്ത് പ്രതിഷ്ഠിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം കൂടുതൽ പ്രകാശമാനമാകും. നക്ഷത്രത്തിൻ്റെ യാത്ര അവസാനിച്ചത് പുൽക്കൂടിൻ്റെ മുൻപിലാണ്. നക്ഷത്രം ജ്ഞാനികളോട് പറയാതെ പറഞ്ഞത് ഇവിടെയാണ് രക്ഷകൻ എന്നതാണ്. ഇതാണ് നക്ഷത്രം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നക്ഷത്രങ്ങൾ തൂക്കുമ്പോൾ നമ്മളും പറയാതെ പറയുന്നത് ഈ വീട്ടിൽ ഒരു രക്ഷകൻ ഉണ്ടെന്നാണ്. ഭൂമിയെ അലങ്കരിക്കാൻ വന്നൊരാളുടെ ഓർമ്മയാണ് ക്രിസ്തുമസ്. അതുകൊണ്ടാണ് നമ്മൾ നക്ഷത്രങ്ങൾ കൊണ്ടും ക്രിസ്തുമസ് ട്രീകൾ കൊണ്ടും ധനുമാസ രാവുകളിൽ ഈ ഭൂമിയെ അലങ്കരിക്കുന്നത്. നക്ഷത്രങ്ങൾ തൂങ്ങിയാടുന്ന നമ്മുടെ ഭവനങ്ങളിൽ രക്ഷകനുണ്ടോ എന്നതാവട്ടെ ഈ രാവുകളിലെ നമ്മുടെ അന്വേഷണം. എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ. വളരെ നല്ലൊരു സന്ദേശം നമുക്കായി പങ്കുവച്ച ബഹുമാനപ്പെട്ട PT ജോസഫിന് ബഹ്റിൻ മീഡിയ സിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു അതിഥിയുമായി നാളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഷിനോയ് വിളിക്കാൻ.